ഫെസ്റ്റിവൽ സമയമാണ്. ആദ്യം തന്നെ ഞാൻ ഓണ സമയമാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അതിഥിയെ സന്തോഷിപ്പിക്കാൻ പെട്ടെന്ന് ഒരാൾക്ക്, ഒരാണോ പെണ്ണോ ആയിക്കോട്ടെ, എന്ത് ചെയ്താലാണ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് പെട്ടെന്ന് അതിഥി ഹാപ്പി ആവുന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അതിഥി പെട്ടെന്ന് നോക്കിയാൽ പറയുന്നൊരു ചോദ്യം എന്തായിരിക്കും? ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എടാ നമുക്ക് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഏത് പാതിരാത്രിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. ആണല്ലേ. ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനത്തെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ചായ കുടിക്കാൻ പോവാം, അങ്ങനത്തെ ചില എന്തെങ്കിലും ചോദ്യങ്ങളോ, അതായത് ഏറ്റവും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു എന്താണ് എനിക്ക് സംഭവം? ചായ കുടിക്കാൻ പോകുന്ന തന്നെയായിരിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലാതെ ഉള്ളത് ഞാൻ പറയട്ടെ, ഞാൻ എവിടെയും പോവില്ല. ആണോ? ഒരു ടൈപ്പാണ്. എന്ത് പറഞ്ഞാലും അവസാനം ഞാൻ പറയും ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു. എനിക്ക് എവിടെ പോവാതിരിക്കുന്ന ഇഷ്ടമാണ്. വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമാണ് അത്. എന്നാൽ എങ്ങനെയിപ്പോൾ അത് പറയാ, ഇപ്പോൾ പുറത്ത് പോവാണെങ്കിൽ അത് പോവുകയും ചെയ്യും. എവിടെയാണോ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് അതാണ്. ഇപ്പോൾ പുറത്ത് പോകണമെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയാറുണ്ട്. മനസ്സിലായി. അതായത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെയാണ്, ഇവിടെ ഹാപ്പിയാണ് ഞാൻ. അത് ഭയങ്കര ക്വാളിറ്റി. എവിടെയും അഡ്ജസ്റ്റ് ആവുക എന്നുള്ളത് അങ്ങനെ ആയിരുന്നില്ല മുമ്പ്, പക്ഷെ ഇപ്പൊ എന്തോ അങ്ങനെ തന്നെ ആയിപ്പോയത്. ഭയങ്കര അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? അറിയില്ല, മേ ബി നമ്മുടെ ലൈഫ് ജേണിയൊക്കെ തന്നെ ആയിരിക്കും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രസന്റ് ആയി ഇരിക്കുക, എവിടെയാണോ അവിടെ. അത് നമ്മൾ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ ക്ലാസ് റൂമിലിരിക്കുമ്പോഴാണ്. ഈ പീരീഡ് കഴിഞ്ഞിട്ട് വേണം ക്യാൻറ്റീനിൽ പോകാൻ, ചായ കുടിക്കാന്നാലും ഫസ്റ്റ് തോട്ട് ഞങ്ങൾ കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ. ഇപ്പോൾ അത് മാറി 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 ഇപ്പോൾ എവിടെയാണോ അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പയ്യെ ആയത്. അത് എനിക്ക് ഗ്രാജുവലി ആയത്. അത് എനിക്ക് റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര നല്ല മാറ്റമാണ്. പക്ഷെ ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് നമ്മൾ യൂട്യൂബ് നോക്കും. ഇപ്പോൾ ആദിത്യ രവി ലേറ്റസ്റ്റ് ന്യൂസ് എന്നൊക്കെ നോക്കും. അപ്പം അതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഏതോ ഒരു ചാനലിൽ കൊടുത്തേക്കുക അതിഥി രവീസ് ലൈഫ് സ്റ്റൈൽ ആണോ? കൊടുത്തേക്കുക. അതിഥി രവിയുടെ വീട്, പേര്, എഡ്യൂക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, സകല പരിപാടികളും കൊടുത്തിട്ടുണ്ട്. വളരെ ആധികാരികമായിട്ടാ പറയണത്. ഹെയറിന്റെ കളർ ഇന്നതായിരിക്കും, അങ്ങനെ വരെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്ക്. ഇപ്പൊ നോക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് നോക്കാം. അതിന് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. അത്രയും വ്യൂസ് ഉണ്ട് അതിന്. ഒരുപാട് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഏതോ വീടിന്റെ ഒക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ വീടിന്റെ ഫോട്ടോ വരാൻ വഴിയില്ലല്ലോ. ഈ യൂട്യൂബിൽ സ്വയം അല്ലെങ്കിൽ ഗൂഗിളിൽ സ്വയം പേരുകളൊക്കെ തപ്പി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞപ്പോ ഇതൊന്നും നോക്കണമെന്നുണ്ട്. അല്ലാതെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ ഞാൻ ഗൂഗിളിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നോക്കും. എന്റെ ടാഗ് എവിടെയെങ്കിലും വല്ല ഇപ്പൊ കൂടുതൽ വീഡിയോസ് ഒക്കെ വരില്ല, അപ്പൊ അത് നോക്കാറുണ്ട്. ഈ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഇമാർക്ക് എന്തിനാ ഇത് എടുത്തു തന്നേ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ കൊള്ളാലോ, എനിക്ക് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ ഞാൻ ഈ വീഡിയോയിൽ, ഈ രണ്ട് ഇമോഷൻസും വന്നിട്ടുണ്ടോ? അതില് ആദ്യത്തെ വന്നിട്ടില്ല ഇതുവരെ. എന്തോ ടച്ച് വുഡില്ല. അല്ല, അത് വന്നിട്ടില്ല. എപ്പോഴും നല്ലതാ കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് മീഡിയ ടീംസിനോടും പിന്നെ കുറെ പേരൊക്കെ എനിക്ക് അറിയുന്നവരാ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല വീഡിയോസ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ മാറ്റരുത്. അതുപോലെ രണ്ടാമത് ഞാൻ നോട്ട് ചെയ്തത്, ഒരു ഗുരുവായൂർ അമ്പലത്തിൽ കൂടി നിങ്ങൾ 4 പേര് നടന്നു വന്ന ഒരു വീഡിയോ. അത് ആരെടുത്താന്ന് എനിക്കറിയില്ല. 1-2 റീലുകൾ ഞാൻ കണ്ടു. ഈ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിഥി ദേവിയുടെ പോയിന്റ്? ആക്ച്വലി അത് ഇപ്പോൾ മതപരമായിട്ടില്ല എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ അതില്ല. ഏതിപ്പോൾ പള്ളിയിലാണെങ്കിലും ഞാൻ പോകും. മറ്റേ മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെയും പോയിരുന്നതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു എനർജിയിൽ എല്ലാവരും ഇപ്പം കുറേയൊക്കെ അങ്ങനത്തെ ഫോളോ ചെയ്യുന്നത് തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ഒരു എനർജിയിൽ വിശ്വസിക്കുക, ഇന്ന ദൈവം എന്നൊന്നും ഇല്ല. പക്ഷെ ചില പോസിറ്റീവ് എനർജി. അപ്പോൾ അത് എനിക്ക് അമ്പലങ്ങളിൽ ദൈവത്തിൽ ഞാൻ എവിടെ ഒരു എനർജി ഉണ്ടല്ലോ, അല്ലാതെ നമ്മളൊന്നും ഇവിടെ ഇല്ലല്ലോ. സയന്റിഫിക്കലൊക്കെ പ്രൂവൻ ചെയ്താലും എന്തോ ഒരു എനർജി ഉള്ളതുകൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതാണ് എനിക്ക് ദൈവം. അപ്പൊ അത് ഇന്ന ആള് ചിലപ്പോ ഞാൻ മനുഷ്യരിൽ കണ്ടിട്ടുണ്ട് ദൈവത്തെ. ഞാൻ ഇടയ്ക്ക് കയറുന്നല്ല, ഞാൻ ചില ഗസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നല്ല ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്ന ദൈവത്തിന്റെ ഒരു കൈ എന്ന് ചോദ്യമുണ്ട്. അതാണോ ഈ പറയുന്ന, അല്ലെങ്കിൽ അത് ഒരുപാട് വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് അവരിലൊരു ദൈവത്തിന്റെ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സമയത്തൊക്കെ
അത് പെട്ടെന്ന് ഒരാളിലൂടെ ആയിരിക്കും വരുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്, അതങ്ങനെ പറയാൻ കാരണം എനിക്ക് ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിട്ടുള്ളത് സ്ട്രേഞ്ചേഴ്സിൽ നിന്ന്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആളുകളൊന്നും തന്നെ ഹെൽപ്പ്, നമ്മൾ പറയുമല്ലോ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സഹായം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, എനിക്ക് വന്നിട്ടുള്ള എല്ലാം സ്ട്രേഞ്ചേഴ്സ്. അപ്പം ഇവരെങ്ങനെ വന്നു? അതിലൊരു ദൈവത്തിൻ്റെ കൈയുള്ളതുകൊണ്ടല്ലോ. ഉറപ്പായിട്ടും. അപ്പം അതെനിക്ക് അങ്ങനെ ഞാൻ അതിൽ വിശ്വസിച്ചു തുടങ്ങി മനുഷ്യരിൽ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലത് വലുതായിരിക്കാം. ഇപ്പം കരിയർ എടുത്താലും അല്ലെങ്കിൽ ലൈഫിൽ തന്നെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്താലും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. പെട്ടെന്ന് ആ റൂട്ട് വേറെ തിരിഞ്ഞു പോവും, ആ റൂട്ട് നല്ലതായിരുന്നു, നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. നല്ലതാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന, എല്ലാം നല്ലതിനെന്നൊക്കെ പണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്ത് നല്ലതിനെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ സോ ഫാർ സോ ഗുഡ് എന്ന് പറയില്ല, എല്ലാം നല്ലതിനാണ്, അങ്ങനത്തെ ഒരു ഫീലാണ് പോകുന്നത്. ഈ ഇത് കണക്ട് ചെയ്ത് ചാക്കോച്ചനടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ പറഞ്ഞ ഇൻസിഡൻ്റ് ഉണ്ട്. ചാക്കോച്ചൻ വലിയൊരു കെയർ കൊടുക്കാത്ത ഒരു വ്യക്തി, വലിയ അധികം മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തി, എത്ര പരിചയമൊന്നുമില്ല. ചാക്കോച്ചന് വലിയൊരു സ്ട്രഗിൾ വന്ന ഒരു സമയത്ത് ചാക്കോച്ചൻ പ്രതീക്ഷിച്ച ആരിൽ നിന്നും അദ്ദേഹത്തിനൊരു സഹായം വന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ വ്യക്തി വന്ന് ചാക്കോച്ചൻ്റെ ആ ആവശ്യം എന്താണോ അത് മുഴുവൻ കൊടുത്തിട്ട് ഇദ്ദേഹം പോയി എന്ന് പറയുന്നത്. ഇന്നും ചാക്കോച്ചൻ അത് എന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ അത് പറയുന്ന ഫീലിൽ നമുക്ക് കിട്ടും എത്രത്തോളം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാക്കോച്ചൻ ആ വ്യക്തിയുടെ അടുത്തുണ്ട്. അപ്പം ഇതേ ചോദ്യമായിരുന്നു ചാക്കോച്ചൻ ചോദിച്ചത്, ദൈവത്തിന്റെ കൈ എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനാണ് ചാക്കോച്ചൻ ദൈവത്തിന്റെ കൈ. എനിക്കങ്ങനെ അങ്ങനെ പ്രത്യേകം പറയാനില്ല. ഒരുപാട് കുട്ടി ഇൻസിഡൻസും എനിക്കൊരു ആകത്തുക എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചു, പ്രതീക്ഷിച്ചവരിൽ നിന്ന് സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരാൾക്കൊരു നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാവുന്നതിന് നമ്മൾ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പം നമ്മളത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിഥി ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് അവരിൽ നിന്ന് തിരിച്ചൊരു നന്ദി അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വരുമ്പോൾ ഇവർ തിരിച്ച് ചെയ്യും, അത് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്, പ്രതീക്ഷിക്കാറുണ്ട്, മനുഷ്യരല്ലേ. അപ്പം ഞാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാം എപ്പോഴെങ്കിലും ഒരു നന്ദിയൊക്കെ ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടി ചെയ്യണതല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് എന്തെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഇന്നെനിക്കതില്ല, ഇന്നെനിക്ക് ഒന്നിനോടുമില്ല. ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, പോവുക. അതിലേക്ക് ഒരു അവെയർനെസ് ആണ് ഇപ്പം എനിക്കുള്ളത്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലാതെ കംപ്ലീറ്റ്ലി ആയെന്ന് പറയാൻ പറ്റില്ല പല കാര്യങ്ങളിലും. പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത്, കാരണം ഇടയ്ക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷമങ്ങളാണ് ഈ റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആളുകൾ നമുക്ക് തിരിച്ചങ്ങനെ എല്ലാവരും നമ്മളുടെ അടുത്തുനിന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നമുക്കതൊരു വിഷമമായിരിക്കും, കരയും, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്യും. സിറ്റ് വിത്ത് ഇറ്റ് എന്ന് പറയും നമ്മൾ ഒരു കാര്യം വന്നാൽ. അല്ലാതെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ അതിലൂടെ തന്നെ കടന്നു പോവാം. പിന്നെ നമുക്ക് റിയലൈസേഷൻ, വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ആ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം, ഓക്കെയാണ് ഞാൻ, ഓക്കെ ഫൈൻ, ആ ഒരു മൂഡ് വരും. ആ ഒരു ഇമോഷണലൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് ചവിട്ടിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹാൻഡിൽ ചെയ്യാൻ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, അതൊക്കെ എനിക്ക് മെച്ചൂരിറ്റി വരുന്നതിൻ്റെ ആയിരിക്കും, പ്രായം മാറുന്നതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ മാറുന്നത്. അറിയില്ല, അതെന്തെങ്കിലും ബുക്സ് വായിക്കുന്നതിൻ്റെ ആയിരിക്കും. ഇല്ല, ബുക്സ് വായന കുറവുള്ള ആളാണ് ഞാൻ പഠിച്ചിരിക്കുന്ന എൻ്റെ ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് പറയുമ്പോൾ ഇപ്പോൾ വിചാരിക്കും വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, അങ്ങനെയല്ല. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ കാണുന്നതുകൊണ്ട് എനിക്കത് ഓക്കെയാണ്. ഓക്കെ, ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാരിലെ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഇപ്പോൾ ആൾക്കാർ നമ്മളോട് ഒന്ന് മിണ്ടുന്നു, നമുക്ക് അവരുടെ ഒരു, അല്ലെങ്കിൽ കുറച്ച് പേര് നിന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോയി വിഷ് ചെയ്യും, നമുക്ക് അവരുടെ ഒരു ഗുഡ് ബുക്കിൽ കയറുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒരു സെലിബ്രിറ്റിയുടെ ഉള്ളിലൊരു ഉപബോധ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പോൾ അതിഥിയുടെ ഒരു മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിഥി വരുന്ന സമയത്ത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അതിയുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അതിഥിക്ക് ഒരിക്കലും ഇത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിഥിയുടെ ഉള്ളിൽ ചിലപ്പോൾ അതിഥി വേറെ നിങ്ങൾ ഡിസ്റ്റർബ് ആണ്, അതിഥിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, കാരണം അതിഥി ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ ഗുഡ് ബുക്കിൽ ഇടം നേടി എല്ലാവരെയും പ്ലീസ് ചെയ്ത് പോവുക എന്നതിനും അപ്പുറം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സുഹൃത്ത് വരുന്നു, ഒരു സുഹൃത്ത് കൊണ്ട് ഒരു പടത്തിന്റെ കഥ പറയണമെന്ന് പറഞ്ഞു, അപ്പം പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇത് ചെയ്താൽ വളരെ മോശമാണ്, എന്നാലിത് കൂട്ടുകാരനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പിണക്കാനും പറ്റില്ല. അങ്ങനെ സിറ്റുവേഷനിൽ ഒരുപാട് നടീനന്മാർക്ക് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്തൊരു നോ പറയാനൊക്കെ പഠിക്കുന്ന ഒരു സമയം എന്നായിരുന്നു? ഇപ്പം നോ പറയുന്ന ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെന്നുണ്ടെങ്കിലും നോ പറയാൻ? പിന്നെ ഇപ്പൊ നോ പറയും. മുൻപ് ഈ പറഞ്ഞ ബുദ്ധിമുട്ട്, അവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ നമ്മളടുത്ത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ആ വിഷമം ഉണ്ടായിരുന്നു.
അത് ഞാൻ നേരത്തെ പറഞ്ഞു, പലതും അതിലൂടെ പോയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആവണം എന്നൊക്കെ. അപ്പോൾ ഇപ്പം നോ പറയാൻ അറിയാം. എന്ന് കരുതി ഹാർഷായിട്ട് ഇപ്പം നമ്മളാരും വലുതും ചെറുതൊന്നും അല്ല ആരുടെ അടുത്തും. നമുക്ക് പറയുന്ന രീതികളുണ്ടല്ലോ, അപ്പോൾ അവർക്കും വിഷമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നോ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോൾ. അതെ. ഈ ഒരു 5 വർഷം മുന്നത്തെ അതിഥിയും ഇപ്പോഴത്തെ അതിഥിയും തമ്മിൽ ഈ അതിഥി ആ അതിഥി എങ്ങനെയായിരിക്കുന്നു വിലയിരുത്തുന്നത്? ആ അതിഥി ഭയങ്കര അല്ല, ഇതൊക്കെ ബുദ്ധിമുട്ട്. എന്താ അങ്ങനെ കംപ്ലൈൻറ്റ്സ്, നമുക്ക് ഫുള്ള് എന്താ പറയുക, ബഹളങ്ങളായിരുന്നു. ഫുൾ ബഹളങ്ങളുള്ളൊരു അതിഥിയായിരുന്നു. കാരണം അതെന്താ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന, എല്ലാത്തിനും എന്താ അങ്ങനെ വന്നത്, എന്നോട് എന്തിങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ എനിക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഇല്ല, കുറച്ചും കൂടി പീസ്ഫുള്ളാണ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാർഡം തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരിച്ച മുഖം ഒഴിഞ്ഞാണെങ്കിൽ എവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ചിരിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഇറങ്ങി, ഇപ്പോൾ വെറുതെ അതിഥിന്ന് അടിച്ചു കൊടുത്താലും തിയേറ്ററിൽ പടം കണ്ടിറങ്ങുന്ന ഒരുപാട് ഷോർട്സ് വരും. എല്ലാത്തിനും വളരെ ചിരിച്ച് എല്ലാവരെയും ചിരിച്ച് കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ സെയിം പ്ലീസ് ചെയ്യുന്ന ഈ ഒരു ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ളൊരു ഇമോഷൻ വീടിന് പുറത്തിറങ്ങി കാണിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും. വിരൽ എണ്ണാവുന്ന ആൾക്കാരൊക്കെ അല്ലാതെ ഉള്ളൂ. ഇപ്പം അവരൊക്കെ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ അവർ ചാടാന്ന് പറയുന്നത്, അവർ തെറി വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. അല്ലാതെ പ്ലീസ് ചെയ്ത് പോകുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ചിരിച്ച മുഖം മാത്രമല്ല, എൻ്റെ ചില വീഡിയോസാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതില്ലാത്ത എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ജാടയുള്ള മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ജാടയാണ്, മിണ്ടാൻ ഇത്തിരി. ഞാൻ ആക്ച്വലി ചിന്തിക്കും, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒരാളെ പോയി ബുദ്ധിമുട്ടിക്കണം. ഞാൻ കൈൻഡ് ഓഫ് ഇപ്പം എല്ലാവരും പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, ആംബിവേർട്ട്, അതാണ്. അപ്പം ഞാനായിട്ട് വിചാരിച്ച അവിടെ പോയി ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ളൊരു സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുഖത്ത് ചിരി വരില്ല. ഞാൻ ചിലപ്പോൾ എന്താണ് പറയേണ്ടത്, ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കണോ, അതിൻ്റെയൊക്കെ എൻ്റെ മുഖത്ത് വരും. എന്താണെങ്കിലും എനിക്കൊരു ദേഷ്യമാണെങ്കിലും എനിക്ക് കംഫർട്ട് അല്ല എന്നുള്ളതുണ്ടെങ്കിലൊക്കെ മുഖത്ത് വരും. അത് വരും, എങ്ങനെ പോയാലും വരും. ചിലപ്പോൾ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കും, പക്ഷെ മുഖത്ത് ഇങ്ങനെ സൈലൻസ് ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ജാടയാണ്. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ആരെങ്കിലും പിണങ്ങിയിട്ടൊക്കെ ഉണ്ടോ സിമ്പിളായിട്ട്? അല്ലെങ്കിൽ ഇപ്പം പണ്ട് ഞാനിത് ഇന്നസെൻസ് സാറ് പറഞ്ഞിട്ടുണ്ട്, മാനാർമത്തായി സിനിമയുടെ ലൊക്കേഷനിൽ വാണി വിശ്വനാഥ്, വാണി വിശ്വനാഥ് അദ്ദേഹം അവർ വന്ന് ഷൂട്ടിന് ഇടുന്ന സമയത്ത് ഇന്നസെൻസ് സാറിന് മിണ്ടണമെന്നുണ്ട്, എന്ന് ഇവരൊന്നും മിണ്ടണമില്ല. ഓ ഇത്ര ജാട പുറത്തുനിന്ന് വന്ന കർണാടക കുറേ ദിവസങ്ങളിൽ ഇന്നസെൻസ് സാറ് മിണ്ടിയില്ല. പിന്നെ മനസ്സിലാവണേ അന്ന് മലയാളം അറിയാൻ പാടാത്തോണ്ട് പുള്ളിക്കാരി പേടിച്ചിരിക്കുവായിരുന്നു, എന്ത് മിണ്ടും എങ്ങനെ മിണ്ടും എന്നുള്ള. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് ഇന്നസെൻസ് സാറ് പറഞ്ഞു വെച്ചൊരു സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. അതല്ല ഇത് പറഞ്ഞപ്പോ ഞാനത് പെട്ടെന്ന് ശരിയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും നിസ്സാരമായിട്ടാണെന്നുണ്ടെങ്കിൽ? എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ പറയും, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര ജാട, മിണ്ടില്ല, നീ ഓരോന്നോ നിന്റെ വിചാരം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ. പക്ഷെ ഒന്നുമില്ല, വാ തുറന്നപ്പോ പോയി അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. കോ-ആക്ടേഴ്സിന് പോയി ഇത്ര ഉള്ളൂ പറയാറുണ്ട്. കോ-ആക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പം എപ്പോഴെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ രണ്ട് പേരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ അതേ ഉദ്ദേശം, ഇപ്പം ശോഭന ഉർവശി, അങ്ങനെ 2 പേരെ നമ്മൾ ആൾക്കാർ താരതമ്യം ചെയ്യുന്ന ഒരു 2 പേര് എല്ലാ കാലത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ഇപ്പം അതിഥി സ്വയം, ഇപ്പം ആരെ പറഞ്ഞില്ല, അതിഥിക്ക് സ്വയം ഞാനും ഇവരും ഒരേ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിരുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സിനിമകളാണ് ഒരു പക്ഷേ അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തെങ്കിലും ആരുമായിട്ടോ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. കാരണം എന്താ പറയുക, ഇപ്പം ഒരു സിനിമ ചെയ്യാൻ തന്നെ പല ആളുകളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതിലങ്ങനെ എനിക്കൊരു അങ്ങനെ ഒരേപോലെ നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കുള്ളത് എനിക്ക് പടം വന്നാൽ മതി എന്നുള്ളൂ. വേറൊരാൾ ചെയ്യുന്നുണ്ട് ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ ഷാറുഖ് ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല ചിന്തിക്കാനുമില്ല മോശം ചിന്തിക്കാനുമില്ല, സെൽഫ്ലെസ്ലി സെൽഫിഷ്. ആ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കരിയറിലും. ഞാൻ ഒരാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുമില്ല. ഞാനത് ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവരെന്തിനതൊക്കെ അന്വേഷിക്കുന്നത്, നിങ്ങളുടെ സിനിമ ചെയ്യും, ഞാൻ എൻ്റെ സിനിമ ചെയ്യട്ടെ. സോ ഞാൻ ചിന്തിക്കാറില്ല ആരുടെയും കാര്യമായിട്ട്. ബോധേഡല്ല. അവരവരുടെ സിനിമയൊന്നും, അവർക്ക് അവരുടെ കണക്ഷൻ അല്ലെങ്കിൽ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ അവർ മുൻപ് ചെയ്ത സിനിമയെ ബേസ് ചെയ്ത് അവർക്ക് വർക്കുകൾ വരുന്നു, അവർ ചെയ്തുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും ഒരു അങ്ങനെയാണെങ്കിൽ സിനിമ ഇത്ര നടന്മാരും നടികളും ഉണ്ടാവില്ലല്ലോ. ഒരു നടനും ഒരു നടിയിലും ഒതുങ്ങിയാണ് ഇപ്പോഴും.
ഈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ മതി എന്ന് പറഞ്ഞ് പോയാൽ ഇപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് സിനിമകൾ ചെയ്യാൻ. ഞാനിപ്പോഴും സിനിമ കിട്ടുന്നുണ്ട്, സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കോമ്പറ്റീഷൻ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ സിനിമകൾ വന്നാൽ മതി എന്ന് പറയുമ്പം 2014 ആംഗ്രി ബേബീസ് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന സിനിമ വരെ ഏറെക്കുറെ 22-30 ഉള്ളിൽ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ആണല്ലേ? എനിക്ക് തോന്നുന്നു 2 മ്യൂസിക്കൽ വീഡിയോയും 3-4 ടെലിവിഷനാണോ സീരീസാണോ ഷോർട്ട് ഫിലിംസ്, 2-3 ഷോർട്ട് ഫിലിംസും 22-23 സിനിമകളുമാണ് വിക്കിപീഡിയ പറയുന്ന കണക്ക് ശരിയാണെങ്കിൽ. അറൗണ്ട് 20. അത് ഇയർലി ഒരു 2 സിനിമ എന്ന് വെച്ച് കൂട്ടിക്കോ. സിനിമ ഇല്ലാതിരുന്ന വർഷങ്ങളുണ്ടോ? കോവിഡ് ആർക്കും സിനിമ ആ സമയത്ത്. പക്ഷെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു അപ്പോഴും ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടിരുന്നു. സോ ഫില്ല് ചെയ്യാറുണ്ട് ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഈ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? കാരണം വർഷത്തിൽ 2 സിനിമയാണ്. അതിഥിക്ക് വരുന്നതെല്ലാം സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യാം, ബാങ്ക് ബാലൻസ് വളരെയധികം കൂട്ടാം. ഈ ഇത്രയും സിനിമകളുടെ നമ്പർ ഓഫ് സിനിമകൾ എങ്ങനെയാണ് കുറവ് വരുന്നത്? എങ്ങനെയാണ്? അത്രയും നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അല്ല, അത്രയും നോക്കിയിട്ടല്ല, അങ്ങനെ ഒത്തിരി വരുന്നതും ഇല്ല. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി സ്ക്രിപ്റ്റുകൾ ഞാൻ ഡെയിലി ഒരുപാട് കേൾക്കുന്നു, അങ്ങനെയൊന്നുമില്ല. വരുന്നതിൽ നിന്ന് എനിക്ക് പറ്റുന്നത്, ഐ മീൻ നമ്മളെല്ലാം നോക്കുമല്ലോ. എനിക്ക് ആ ഫുൾ ടീം, ചിലപ്പോൾ ഒരാൾ കഥ പറയാൻ വരുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് ഈ ടീമായിട്ട് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൾ വരുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സിറ്റിങ്ങിലൊക്കെ തന്നെ. അപ്പം അത് നല്ല അപ്രോച്ചൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഓക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ആ കഥ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത സിനിമകൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്ക് സിനിമയുടെ ഭാഗമാകാൻ, ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അത് കരിയറിനെ ഒരു ഇതുവരെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല? കാരണം ഒരു സൈഡ് റോൾ പോലെ ക്യാരക്ടർ ഒന്ന് ചെയ്യുന്നു പോകുന്നു, അവരങ്ങനെ ചെയ്യും. ഇല്ല, പക്ഷെ ഞാൻ അതിനനുസരിച്ച് ചിലത് എടുക്കാറില്ല, അപ്പം അതിനനുസരിച്ച് വീണ്ടും മാറും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോഴും ഹീറോയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം വലിയൊരു സിനിമയിൽ, ഇപ്പോൾ ജിത്തു സാറിൻ്റെ സിനിമയിൽ ഞാൻ നേരിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. കാരണം സാറാണ് എന്നെ ആദ്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടീമായിട്ട് എനിക്കൊരു ബന്ധമുള്ളതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നോ പറയാൻ എനിക്കിഷ്ടമാണ് ആ ടീമിൽ വർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്, ഒരു പാസിംഗ് ആണെങ്കിലും വിളിച്ച് ഞാൻ വരാട്ടോ. എനിക്കിഷ്ടമല്ലേ, ഞാൻ മറ്റുള്ളവരെ കാഴ്ചയിൽ കാണുന്നേക്കാൾ കൂടുതൽ എനിക്കൊരു സിനിമ ഞാൻ എടുക്കുന്നത് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങണം. അതിപ്പോൾ പടം ഭയങ്കര ഹിറ്റോ സക്സസ് ഒക്കെ ആയിട്ട് അവാർഡൊക്കെ കിട്ടിയിട്ട് എനിക്കതിലൊരു സന്തോഷം തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെയാണ് ആ പടം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമുള്ളത്? എനിക്കത് ചെറിയ വേഷമാണെങ്കിൽ ഞാൻ പറയണം, അയ്യോ നല്ല ടീമായിരുന്നു, നല്ല സെറ്റായിരുന്നു, നല്ല വർക്കായിരുന്നു, എനിക്ക് അടിപൊളിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ അൾട്ടിമേറ്റ്ലി നോക്കുന്നത് എൻ്റെ ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ മറ്റുള്ളവർ പറയുന്നതല്ലേ, മറ്റുള്ളവർ പറയുന്ന നോക്കിയിട്ട് ജീവിക്കാൻ നിന്നാൽ ഒട്ടും പറ്റില്ല. അത് അവരുടെ കണ്ണിലെ സക്സസ് അല്ല നമ്മുടെ സക്സസ്. അത് വളരെ കറക്റ്റ് ഒരു പോയിന്റ് ആണ്. നമ്മൾ ഹാപ്പി ആവുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ്. ഇപ്പോൾ ഒരു 10 പേര് പറയാണ് ചേട്ടൻ നല്ല അടിപൊളി ലൈഫാണ് അവൻ്റെ, അവർ പറയുന്നതിലല്ല ചേട്ടൻ്റെ സക്സസ് ഇരിക്കുന്നത്, നമ്മളുടെ തോന്നലാണ് ഞാൻ ഓക്കെ ആണെന്നുള്ള. അപ്പം എനിക്ക് അവാർഡും എല്ലാം ഉണ്ട്, പക്ഷെ ഉറങ്ങുമ്പോൾ ഒരുപാട് മനസ്സമാധാനം ഇല്ല. എനിക്ക് പലരുമായിട്ടും പല ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല. പക്ഷെ പുറമേക്ക് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഒരു അവാർഡ് മേടിക്കാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിലും സന്തോഷം കാണാൻ പറ്റുന്നതായിരിക്കണം ശരിക്കുള്ള സക്സസ്. അപ്പം എനിക്കതുകൊണ്ട് അത് നിർബന്ധമാണ്. മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു വാക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ മനസ്സമാധാനം കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒരു പക്ഷെ അതിഥിയെ സംബന്ധിച്ച് അതൊരു ടെൻഷനുള്ളൊരു എന്തെങ്കിലും ഒരു ടെൻഷൻ അതിഥിക്കുണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ കരിയറിലോ പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും ഒരു ടെൻഷൻ, അതിഥി സ്വയം കാമാവുന്നത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അതിഥിയുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ തന്നെയാണ് ഞാനതിലിരിക്കും കുറച്ചു നേരം. ഒരു പ്രശ്നത്തിലാണെങ്കിലും ടെൻഷനിലാണെങ്കിലും ഞാൻ അതിൽ തന്നെ ഇരിക്കും. ഞാൻ അത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മളെപ്പോഴും ഫേസ് ചെയ്യുക, നമ്മൾ അതിൽ ഗോ ത്രൂ ചെയ്യുക, സിറ്റ് വിത്ത് ഇറ്റ്. ഒരു ടെൻഷൻ ആണെങ്കിലും എന്താണെങ്കിലും അൾട്ടിമേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് അതിൻ്റെ അൾട്ടിമേറ്റ് ചിന്തിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റും. നമ്മൾ ഇതിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും ഈ സംഭവം ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ഫുള്ള് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും അത്. നമ്മളത് പെട്ടെന്ന് മാറ്റാൻ വേണ്ട, എന്നൊരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരിക്കാം, ശരിയാവില്ല. അല്ലെങ്കിൽ ചിലർ വേറെ പലതും മാർഗ്ഗങ്ങൾ നോക്കുമായിരിക്കും അതിൽ നിന്ന് മൈൻഡ് മാറ്റാൻ. ഒന്നും മാറില്ല, വീണ്ടും അതിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് വരും. എസ്കേപ്പ് ആവാൻ നോക്കുന്തോറും അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് കിടക്കാം. വായിക്കില്ല,
വായന കുറവാ. നീ നന്നായിട്ട് വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനിപ്പോൾ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലാകും. പക്ഷെ ഒട്ടും വായിക്കില്ല. ഇല്ല, വായന വളരെ കുറവാണ്. പക്ഷെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് നല്ല വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്. ഇൻ്റർവ്യൂസും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഒരാൾ പറഞ്ഞു തരുന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചേട്ടനായിട്ട് ഒരുപാട് സംസാരിക്കും. ആൾ വായിക്കും, ആൾ ഒരുപാട് കാണും, ഒരുപാട് ഗുരുക്കന്മാരുടെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഞങ്ങളത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്ന് കരുതി ഭയങ്കര അയ്യോ അതല്ല കേട്ടോ, ആവശ്യമുള്ള സാധനങ്ങൾ പിക്ക് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് അവെയർ ആവാറുണ്ട്. മനസ്സമാധാനം കണ്ടെത്താൻ പറ്റുക അല്ലെങ്കിൽ ഒരു എന്തിനാ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ തന്നെ ഫുള്ള് നിങ്ങളിരുന്ന് കാണും, ഭയങ്കര മാറ്റം ഉണ്ടാവും. കാഴ്ചപ്പാടുകൾ മാറ്റം ഉണ്ടാവും. കാഴ്ചപ്പാട് മാറ്റം ഉണ്ടാവും ലാലേട്ടൻ്റെ ഒക്കെ ഭയങ്കര. എന്ത് പ്രശ്നം വന്നാലും ഇത് ഇത്രയല്ലേ ഉള്ളൂ മോനെ എന്ന് പറഞ്ഞു പോകുന്നു. അത് ഇപ്പൊ ആദ്യമൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നാറില്ല. ഇപ്പൊ കാണുമ്പോൾ ഇത് എങ്ങനെയല്ലേ ഭയങ്കര ഈസി ആയിട്ട് തമാശയായിട്ടും പലതും പറഞ്ഞു പോകുന്നത് ഭയങ്കര. അയാൾ എന്നെ പറ്റി പറഞ്ഞു അത് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ പ്രശ്നം. അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോഴേ ഞാൻ എന്താ മോനെ നിന്നോട് ചെയ്തേ അതൊക്കെ ഭയങ്കര അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും. തരുൺ പറഞ്ഞല്ലേ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ അത് കളയുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ. നമ്മൾ അകലിരിക്കും, ഓ ഇവൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കമന്റ് കണ്ടാൽ നമ്മൾ അതിലിരിക്കും. അത് വിട്ട് കളയാന്നുള്ളത് വലിയ കാര്യമല്ലേ ഇപ്പോഴത്തെ കാലത്ത്. അത് 2-3 കണക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ പിന്നെ സെറ്റാവും. അതിന് ശരിക്കും ഒരു മീ ടൈം ഒക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്? മീ ടൈം കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ചിന്തിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിന്തിക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റി കാര്യം ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ കുറേ പാസ്റ്റും കാര്യങ്ങളൊക്കെ ലൈഫ് ഇങ്ങനെ ജേണിയൊക്കെ ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ഇഷ്ടം അത് ആലോചിക്കുമ്പോൾ. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു സന്തോഷമില്ലേ, കിക്ക് കിട്ടും. അത് ശരിക്കും അങ്ങനെയാണല്ലേ, നമ്മൾ പണ്ട് കഴിഞ്ഞു പോയതോ ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, നമ്മൾ അന്നും ദൂരം ടെൻഷൻ അടിച്ചു. ഞാൻ 5 വർഷം മുമ്പ് ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു കാര്യം ഇന്നാലോചിക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കിക്കാണ്. അതുകൊണ്ടാണ് ഇന്നൊരു വിഷമം വരുമ്പോൾ ഇത് നാളത്തേക്കുള്ള കോമഡിയാണ്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും, എനിക്ക് ഇഷ്ടം അതൊക്കെ. ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതിയാണ് കാഴ്ചപ്പാടിൽ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ ഏതൊരു ഫോട്ടോയിൽ ഒരാൾ കമന്റ് ഇട്ടാന്ന് തോന്നുന്നു, അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പിന്നീട് ഓർക്കുമ്പോൾ ചിരിക്കും. അന്ന് ചിരിച്ചതെല്ലാം നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ കരയുമെന്ന് പറഞ്ഞ പോലെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതികൾ മാറുന്നതായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കില്ല. ഇല്ല, ടെൻഷൻ അടിക്കണം. ടെൻഷൻ വരുമ്പോൾ അതിലിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓടിപ്പോകരുത് അതിൽ നിന്ന്. ടെൻഷൻ അടിച്ചങ്ങ് തീർക്കണം. പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര നമ്മളെ ഏൽക്കില്ല. നമ്മൾ പറയില്ല ഒരു കാര്യം ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ സദ്ഗുരു ഒക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മങ്കി എന്നുള്ളൊരു വേർഡ് നിങ്ങളൊരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുരങ്ങനെ കുറിച്ച് ഇപ്പോൾ കുരങ്ങനെ ഇരിക്കുന്ന ചാടുന്നൊക്കെ ഓർമ്മ വരും ആ വേർഡ് പറഞ്ഞാൽ. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഇത് ചിന്തിക്കേണ്ട, അപ്പം എത്രത്തോളം അതിനെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പുറകെ വരുന്നത്. അതേസമയം ആണല്ലേ ഓക്കെ ടെൻഷൻ, അതിനെ മാത്രം ചിന്തിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. ഞാൻ അങ്ങനെ ചെയ്യാം, ഭയങ്കര ഈസിയാ, വർക്കാവുന്ന പരിപാടിയാണ് സത്യമായിട്ട്. പ്രശ്നം വരുമ്പോൾ എല്ലാവരും അങ്ങനെ അപ്ലൈ ചെയ്യട്ടെ. തീർച്ചയായിട്ടും എന്നെ ഇതെല്ലാരും കൂടെ സദ്ഗുരു അതിഥി. അയ്യോ അല്ല, പക്ഷെ കറക്റ്റ് പോയിന്റ്സ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ടത് വിട്ടേക്ക്, സ്ക്രോൾ ചെയ്തിട്ടേക്ക്.